ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ രക്തം ഇതും ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കടന്നു വന്നിട്ട് തന്നെ വേണം. പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളും ഡോക്ടറും പീഡിയാട്രിക് ഡോക്ടറും ഒക്കെ ഇപ്പുറത്തെ ഹോസ്പിറ്റലിലാണുള്ളത്. ഇതിനൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിരുന്നു ജനങ്ങൾക്ക്. കാരണം രണ്ടും കൂടി ഒരു ഭാഗത്തായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലാണ്. ഓരോ ദിവസവും ഇവിടെ എത്തുന്ന രോഗികൾ വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിലെ 2 ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അണ്ടർഗ്രൗണ്ട് നടപ്പാതയോ ഓവർ ബ്രിഡ്ജോ ഇല്ലാത്തതിനാൽ രോഗികൾ വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. ജില്ലാ ആശുപത്രിയുടെ 2 ബ്ലോക്കുകളെയും ബന്ധിപ്പിക്കും വിധം ഓവർ ബ്രിഡ്ജോ അണ്ടർഗ്രൗണ്ടോ ഇല്ലാത്തത് ജനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. വലിയ പ്രയാസമാണ് ഈ ഒരു പ്രദേശത്ത് 2 ബ്ലോക്കുകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധിയായ രോഗികൾ ദിനേന വന്നു പോകുന്ന ഒരു ഇടമാണ് ഈ ജില്ലാ ആശുപത്രി. ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഈ ഒരു ജില്ലാ ആശുപത്രിയിലെ 2 ബ്ലോക്കുകൾക്കിടയിലുള്ള ഈ ഒരു ദൂരം വലിയ പ്രശ്നമാണല്ലോ. കാരണം വലിയ രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള പ്രയാസം വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇത് പ്രതികരിക്കാറുണ്ടാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അത് 2 സെക്ഷനിൽ ഇപ്പോൾ അത് കുട്ടികളുടെ സെക്ഷനും ഗൈനക്കോളജി മറ്റേ പ്രസവത്തിൻ്റെ പെണ്ണുങ്ങളെ സെക്ഷനുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പേപ്പറുകളും അവിടെ തന്നെ ശരിയാക്കണം. അതിൻ്റെ മരുന്നും കാര്യങ്ങളും അവിടെ തന്നെ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ഇവിടേക്കും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അവിടെ തന്നെ സെറ്റാക്കണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ 2 മാസം മുന്നേ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അത് അങ്ങോട്ടും ഈ വണ്ടികളുടെ ഇടയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പറയാം വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളും കുട്ടികൾക്കും എന്ത് ചോദിച്ചാൽ ഒരു ആളാണ് ഒപ്പമുള്ളത് വെച്ചെങ്കിൽ ഒരാൾ അവിടെ കുട്ടീനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരണം. അതൊക്കെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റേതായ സെക്ഷനിൽ അവിടെ എല്ലാം പൂർത്തീകരിക്കണം അവിടെ നിന്നുകൊണ്ട്. അവളുടെ പിന്നെ എന്താ ബ്ലോക്കിലേക്ക് അതേമാതിരി വലിയവരുടെ ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ രക്തം ഇതും ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കടന്നു വന്നിട്ട് തന്നെ വേണം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളും സ്ത്രീകളും എല്ലാവരും പിന്നെ ഗർഭിണികളായ ആൾക്കാരും വയ്യാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്താൻ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു മേൽപ്പാലത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ട്. ഹോസ്പിറ്റലിൽ 2 സൈഡ് ആക്കിയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പോയി വരാൻ. പേഷ്യൻസിനെ കൊണ്ട് പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ തന്നെയല്ല നമുക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളും ഡോക്ടറും പീഡിയാട്രിക് ഡോക്ടറും ഒക്കെ ഇപ്പുറത്തെ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി വരാനും ഒക്കെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇങ്ങനെ അപ്പുറം ഇപ്പുറമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 2 സെക്യൂരിറ്റീസ് വണ്ടി തട്ടി ആക്സിഡൻറ്റും ആയിട്ടുണ്ട്. ഇത് മൗലാനിയിൽ നിന്ന് വരുന്ന റോഡും പിന്നെ പാലക്കാട് നിന്ന് വരുന്ന 2 ഭാഗം ഇതാവുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് വരുന്നൊരു ഇതാണ്. അതുകൊണ്ട് മേൽപ്പാലം എന്തെങ്കിലും ചെറുതായിട്ട് നടപ്പാതായിട്ട് ഉണ്ടാക്കാൻ എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ എടുത്തിട്ട് കൈ കാട്ടിയാൽ പോലും വണ്ടികൾ അവസ്ഥ ഉണ്ട്. അപ്പോൾ കഴിയുന്നതും ആൾക്കാരൊക്കെ നിർത്തിയിട്ട് തന്നെ പോലീസൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ കൈ വെച്ചാൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നും തൊട്ടപ്പുറത്തുള്ള ബ്ലോക്കിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് സീബ്ര ലൈൻ തപ്പി ഇറങ്ങിയതാണ്. പക്ഷേ കാണാൻ സാധിക്കുന്നത് കാലങ്ങളായി മാഞ്ഞു തുടങ്ങിയ വെറും വെള്ള വരകൾ മാത്രമാണ്. സീബ്ര ലൈൻ ആണെന്ന് ഉറപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള മാഞ്ഞു തുടങ്ങിയ വെറും വരകൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിരുന്നു ജനങ്ങൾക്ക്. ഒരു റോഡൊന്ന് ക്രോസ് ചെയ്ത് കിടക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നോക്കി നോക്കുക, സ്ത്രീകളൊക്കെ ഒന്ന് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതാ നോക്കി നോക്കുക, അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇനിയിപ്പോൾ ഈ നോമ്പാവുകൊണ്ട് ഇത്രയും വളരെ കുറവാണ്. ഇനി നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. ഇവിടെ ഫുള്ള് തിരക്കാവും. ഞാനിവിടെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ആളാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരുന്നതാണ്. അല്ല, ജനങ്ങളിപ്പോൾ അവർ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ വേറെ ഇപ്പം എന്താ ചെയ്യാം? കാരണം അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. കാരണം രണ്ടും കൂടി ഒരു ഭാഗത്തായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും.
ഈ ഇവിടെ ഈ ക്രോസിങ് വലിയ പ്രശ്നമാണ്. കാരണം ഈ സീബ്ര ലൈന് ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഒരു സിഗ്നലില്ല. കാരണം അവിടെ നിന്ന് വണ്ടി വരുന്ന ആളൊക്കെ കുന്ന് കയറി ഇറങ്ങുമ്പോൾ അവിടെ സിഗ്നൽ ശരിക്കും കാണുന്നില്ല. ഈ സീബ്ര ലൈൻ ഇവിടെ ഉള്ളത് അറിയില്ല. അപ്പോൾ ആളുകൾ ഇടമുറിച്ച് കിടക്കുമ്പോൾ അവിടെ നിന്ന് വണ്ടിക്കാർക്ക് കാണില്ല. അതുകൊണ്ട് ഇവിടെ അപകടങ്ങൾ വളരെ കൂടുതലായി വരുന്നുണ്ട്. രണ്ട് സൈഡും ഒരു ലൈറ്റ് ഇതെന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ജനങ്ങൾക്ക് കാര്യമാവും. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവിടെ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് ആക്കണമെന്നല്ലേ പറയുന്നത്. പിന്നെ ലാബ് ഇവിടെ അല്ലേ, പിന്നെ ക്യാഷ് കൗണ്ടർ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ നടക്കുന്ന വിഷമങ്ങൾ, ഇവിടെ മരണം കഴിഞ്ഞു, എത്രയോ ആക്സിഡൻറ്റുകൾ കഴിഞ്ഞു, ഒരു കാര്യവുമില്ല. വാഹനങ്ങൾ പോകുന്നതിന് എന്തെങ്കിലും ഇതിൻ്റെ റൂൾ പ്രകാരമുള്ള കാര്യം നടക്കണം. ഒരു ഗാർഡ് വേണം, അല്ലെങ്കിൽ ഒരു പോലീസ് വേണം. അതല്ലാതെ ഇതാണ് ഈ പെയിൻ്റ് അടിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് കൃത്യമായിട്ടൊന്ന് ആരംഭിപ്പിക്കണം. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടില്ല. ആൾക്കാർ പോണു വരുന്നു. പിന്നെ ബില്ല് അവിടെ അടക്കണം, ടെസ്റ്റ് ഇവിടെ നടത്തണം, ഒരു മരുന്നിന് അങ്ങോട്ട് പോകണം, കുട്ടികളെ ഇവിടെ കാണിക്കണം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇത് 2 കൊല്ലം മുമ്പ് പറഞ്ഞത്, അതിലൊരു കാര്യമില്ല. ആക്സിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ ക്രോസ് ചെയ്യുന്നിടത്ത് ഒരു പോലീസോ ഒരു കാര്യങ്ങളും ഇല്ല. അവർ ആൾക്കാരുടെ ഇഷ്ടത്തിന് അങ്ങനെ നടന്നു പോവുക. അപ്പോഴേക്കും വണ്ടിക്കാർ വരും, തട്ടും മുട്ടും എല്ലാം ചെയ്യും. അതിനെ മെയിനായിട്ട് ഇവിടെ ഒരു നിയന്ത്രിക്കാൻ ഒരാളില്ലല്ലോ, വെറുതെ സീബ്ര ലൈന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് എപ്പോഴും കാണുന്നതാണ്. കാരണം 2 ഹോസ്പിറ്റൽ ഓരോ ദിശയിൽ അപ്പുറം ഇപ്പുറം ആകുമ്പോൾ ഈ മരുന്നുകൾ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇവിടുന്ന് ബില്ലടിക്കാൻ അങ്ങോട്ടുമുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു റോഡ് ക്രോസ് ചെയ്യൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് കണ്ടാൽ അത് വളരെയധികം നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. മേൽപ്പാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൗകര്യമായി. കാരണം ഇത്രയും വലിയൊരു ട്രാഫിക്കിൻ്റെ ഇടയിൽ ഒരു മേൽപ്പാലം വരിക പറഞ്ഞാൽ പൊതുജനങ്ങളെ സംബന്ധിച്ചോളം അത് ഏറ്റവും വലിയൊരു ഉപകാരപ്രദമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് അഭിപ്രായം. ഇന്ന് പഠിച്ചു വരുന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നം തന്നെ. കുട്ടികളെ എടുത്തിട്ട് അമ്മമാരും താത്തമാരും ഒക്കെ ഉണ്ടാവും, അങ്ങനെ പോകണം. ഭയങ്കര പ്രശ്നം. അതിനെന്ത് അല്ലെങ്കിൽ ഒരു പാലം പോലെ എന്തെങ്കിലും വേണം, അങ്ങനെ ഫ്രിഡ്ജ് ഇത് വേണം. അപകടങ്ങൾ ഒഴിവാക്കാം. കുട്ടികളെ അടുത്ത് പോകുമ്പോൾ രോഗികളെ കൊണ്ട് പോകുമ്പോഴേ ഭയങ്കര പ്രശ്നമല്ലേ. കാര്യം കാണണം, ഓവർ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണം. ഈ കുട്ടികൾക്കും വയസ്സന്മാർക്കൊക്കെ എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് പരിഹാരങ്ങൾ കാണുക ഗവൺമെൻറ് വേണ്ടത്. വയസ്സായ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇവിടെ ഒരു നടപ്പാത വരികയാണെങ്കിൽ, മേലൂടെ ഒരു നടപ്പാത വരികയാണെങ്കിൽ വളരെ ഉപകാരമാണ്. കാരണം ഒരു ദിവസം തന്നെ പല പ്രാവശ്യങ്ങളായിട്ട് പോയി വരേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ നടന്നു പോകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരോടും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇവിടെ ഒരു നടപ്പാത വരികയാണെങ്കിൽ വളരെ ഉപകാരം. അപകടങ്ങൾ ഇങ്ങനെ തന്നെ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിക്കാർ നിർത്തൂല. സീബ്ര ലൈനിലാണെങ്കിൽ പോലും വണ്ടിക്കാർ നിർത്താതെ വരുന്നുണ്ട്. പല പ്രാവശ്യം നമ്മളെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ അപകടം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇത്. അധികാരികൾ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ദിനംപ്രതി അനുഭവിക്കുന്നത്. കൃത്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് ഈ ജനങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്. ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.